കൃഷി അങ്ങോട്ട് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കൃഷിക്കാരായപ്പോൾ എന്ത് പറ്റി, അതുവരെ ഭക്ഷണം തേടി ജീവിച്ചിരുന്നവർ, നമ്മളൊരു എന്ന് പറഞ്ഞാൽ മൊബൈൽ എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവികളാണ് നമ്മൾ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ആഫ്രിക്കയിൽ നിന്നിറങ്ങി ഓസ്ട്രേലിയയിൽ പോയി എന്നൊക്കെ നമ്മളിത് ഇങ്ങനെ മനുഷ്യർ പോയി എന്നതിനെ പറ്റി പറയുമ്പോൾ നമ്മളിങ്ങനെ കക്ഷത്തൊരു സൂട്ട് കേസൊക്കെ അല്ലെങ്കിൽ ഒരു ബാഗുമൊക്കെ വെച്ച് തോളയിലൊരു മാറാപ്പം വെച്ചിട്ട് ആഫ്രിക്കയിൽ നിന്ന് അങ്ങോട്ട് ഓസ്ട്രേലിയക്ക് പോയി എന്നൊക്കെ പറയുന്നവർ പറയും. അങ്ങനെയൊന്നുമല്ല. മുൻവശത്ത് മീനുള്ളിടത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീൻ അവിടെ കിട്ടുന്നില്ല. മീൻ നോക്കി പോയപ്പോഴങ്ങ് ഓസ്ട്രേലിയയിൽ എത്തിപ്പോയതാണ്. ഒരു വർഷത്തിൽ 5 കിലോമീറ്റർ ഒക്കെ വെച്ച് ചില സമയത്ത് വെള്ളപ്പൊക്കം വന്നാൽ ഭയങ്കര സ്പീഡിൽ പോകും, ഓടും. അപ്പോൾ ചില വർഷങ്ങളിലൊക്കെ നമ്മൾ 100 കണക്കിന് മൈൽ ഓടിയെന്ന് വരും. വെള്ളം ഇല്ലാതായി പോയാൽ ഇതുപോലെ ഓടും. അങ്ങനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തിരുന്ന ജീവിയാണ് കൃഷി കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചത് സ്ത്രീകളാണ് കേട്ടോ, മറക്കണ്ട. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലൊരു ചെറിയ ഡിവിഷൻ ഓഫ് ലേബർ വളരെ കടുത്തതായിട്ടില്ല. സ്ത്രീകളും നായാടാൻ പോകുന്നവരുണ്ട്. നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നവരൊക്കെ അന്നുകൊണ്ട് എന്നുകൊണ്ട് നമ്മൾ അറിയണം. അപ്പോൾ പുരുഷന്മാരുടെ കൂടെ തന്നെ പോയി വേട്ടയാടാൻ പോകുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നെന്ന് പറയരുത്. ഭയങ്കര കടുത്ത പക്ഷേ ശാരീരികമായ ബലം കൂടുതലുള്ള പുരുഷന്മാർ നായാടാൻ പോവുകയും ബാക്കിയുള്ള സ്ത്രീകളും കുട്ടികളും ഭക്ഷണം ശേഖരിക്കുകയും. അങ്ങനെയാണ് ഹണ്ടർ ഗാദറേഴ്സ് എന്നാണ് നമ്മൾ ആ കാലഘട്ടത്തിനെ പറയുന്നത്. അതങ്ങനെ മനസ്സിലാക്കണം. ഇത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും മനസ്സിലാകാതെ പോകും. 3 ലക്ഷം വർഷത്തോളം നമ്മൾ അങ്ങനെ കഴിഞ്ഞവരാണ്. അതിന് മുമ്പുള്ള നമ്മുടെ ജീവികളും എല്ലാം അങ്ങനെ തന്നെ കഴിഞ്ഞത്. നമ്മൾ മനുഷ്യനെന്ന് പറയുന്ന നമ്മളിപ്പോൾ ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്നാണ് അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞാൽ പോരാ, സാപ്പിയൻ എന്ന് നമ്മൾ ഒന്നുകൂടെ ചേർക്കും, എന്നാലേ നമ്മളാകത്തുള്ളൂ. മറ്റേ ഹോമോസാപ്പിയൻ എറക്റ്റസ് ഉണ്ട്, ഹോമോസാപ്പിയൻ ഡെനിസോവൻസ് ഉണ്ട്, ഹോമോസാപ്പിയൻ നിയൻഡർതാലസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കസിൻസ് എന്ന് പറയാവുന്ന നിലവാരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ അവരൊക്കെ കൂടെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് കണ്ണെത്താവുന്ന ദൂരം എന്ന് നമ്മൾ പറയാവുന്ന നിലവാരത്തിലുള്ള ഒരു കാലത്താണ് കൃഷി. അതുണ്ട്. അത് ശിലായുഗം എന്ന് പറയുന്നത് നമ്മുടെ ആയുധങ്ങൾ ഇല്ല എവിടെ അല്ലല്ല അങ്ങനെയല്ല. കൃഷി എന്ന് പറയുന്നത് ഏറ്റവും ലേറ്ററായിട്ടുള്ള, ഇപ്പോഴും കൃഷിക്കാരായിട്ടില്ലാത്ത ആളുകളാണ് ലോകത്തുള്ളത്. ഈ ആദിവാസികൾ മുഴുവനും കൃഷിയിലെത്തിയിട്ടില്ല. അവരെല്ലാം ശിലായുഗത്തിൽ കഴിയുന്നവരുമാണ്. നമ്മൾ ഈ കല്ലിൻ്റെ ചീള് ഉപയോഗിച്ചിട്ട് ഒരു മരത്തിൻ്റെ തോലിളക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൃഗത്തിൻ്റെ തോല് മുറിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഈ അതിനകത്ത് ആ കല്ലുള്ളി എന്ന് നമ്മൾ പറയുന്ന ആ ഉള്ളി പലതരത്തിലാകുന്നതനുസരിച്ചിട്ടാണ് പിന്നെ മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്തത്. കുറച്ച് നമ്മൾ അങ്ങനെ പഠിക്കേണ്ടതുണ്ട്. എനിക്ക് ഞാനിത് പറയുമ്പോൾ ഞാൻ ആന്ത്രപ്പോളജിസ്റ്റ് ഒന്നുമല്ല, നമ്മളിതൊരു ജനറൽ നോളജാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ വിവരമുള്ളവരോടൊക്കെ ചോദിച്ച് പഠിച്ചു വേണം, നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കണേ. ഞാനീ ഒരു ജനറൽ ഫ്രെയിമാണ് ഈ പറയുന്നത്. ആകെ എങ്ങനെയാണ് ഉണ്ടായതെന്ന്, എങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ആണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മെനക്കെട്ട് പഠിച്ചേ പറ്റൂ. ഞാൻ ശാസ്ത്രജ്ഞനല്ല, ശാസ്ത്രം പഠിച്ച ആൾ മാത്രമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഡീറ്റെയിൽസ് മുഴുവനും ആന്ത്രപ്പോളജിസ്റ്റുകളായിരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസായിട്ട് അതിനുവേണ്ടി റിസർച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തു നിന്ന് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വേറെ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ പല യുഗങ്ങളെപ്പറ്റി പണ്ട് കാലത്ത് ആൾക്കാർ സങ്കല്പിക്കുന്നതിനെ നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന രീതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെയാണ് അന്നം കണ്ടെത്തുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ് മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഹണ്ടർ ഗാദറേഴ്സ് എന്ന് പറയുന്നവർ കൃഷി ആരംഭിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അഗ്രികൾച്ചറൽ സൊസൈറ്റി എന്ന് അതിന് പറയും, കാർഷിക വ്യവസ്ഥ. ആ കാർഷിക വ്യവസ്ഥയ്ക്ക് ശേഷം പിന്നെ നമുക്കുണ്ടായിരിക്കുന്ന വ്യത്യാസം വ്യാവസായികമായിട്ടാണ്. ഈ 3 എണ്ണം മതി. കാർമാസ് ഇതിനകത്ത് മനുഷ്യരുടെ പെരുമാറ്റ രീതിയും കൂടെ ചേർത്തിട്ടാണ് ഈ ഫ്യൂഡൽ ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ അതിനകത്ത് പഠിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ഒരു 10,000 വർഷത്തിനകത്തുള്ള കഥകളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതിന് മുമ്പുള്ള സാധനം തീരെ ഇല്ല.
അപ്പോൾ അതുകൊണ്ടൊക്കെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതിൻ്റെ കൺസെപ്റ്റിൽ ടൂളിനകത്ത് ഉള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ട്. ഘട്ടം ഘട്ടമായി മനുഷ്യർ വികസിക്കുന്നു എന്ന് പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ആദിവാസികളെ അവിടെ കൊണ്ടുപോയി അവർ മനുഷ്യരല്ലാതായി പോകും. മനുഷ്യരെ വെക്കാൻ പറ്റത്തില്ല. കാരണം ആ ഏത് ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു സമൂഹം ഏത് ഘട്ടത്തിലാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ആ ഘട്ടം നിർണ്ണയിക്കാൻ പോയിട്ടാണ് CPM ആയിപ്പോയത്. ഈ പറയുന്ന പ്രശ്നമുണ്ട്, ടൂളിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ആന്ത്രപ്പോളജി കുറേ കൂടെ നമുക്കറിയാം, മനുഷ്യർ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്നറിയാം. അപ്പോൾ ഈ തരത്തിലുള്ള കൺസെപ്റ്റൽ ടൂളുകൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ വർഗം എന്നുള്ള കൺസെപ്റ്റ്, ജാതി എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് ഓരോ വിഭാഗത്തിനകത്ത് എങ്ങനെയാണ് ഓരോ പ്രദേശങ്ങളിൽ നിന്നിരുന്നത്, ഇപ്പോൾ ഫാക്ടറി ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ അറിഞ്ഞേ പറ്റും. വലിയ ഡിഫറൻറ്റ്, അത് ആ ടൂളൊക്കെ ഇല്ലാതെ അതൊന്നും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നങ്ങ് മുഴുവൻ ശരിയായത് നമ്മളിപ്പോൾ എന്താണ് കിലോമീറ്റർ എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് മൈലല്ലേ ഉപയോഗിച്ചിരുന്നു. മൈൽ വെച്ചിട്ട് ഇപ്പോഴും അമേരിക്കക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ടൂളാണ്. പക്ഷേ ടൂളിന് ചില പ്രശ്നങ്ങൾ വരും ലോകത്തിനെ മനസ്സിലാക്കാൻ. അത് ഏറ്റവും സൂക്ഷ്മമാക്കുക എന്ന് പറയുന്ന ഒരാവശ്യം. ഇപ്പോൾ പണ്ട് നമ്മൾ ചാണ്, അങ്കുലം ഇങ്ങനെയായിരുന്നു. അങ്കുലം, ചാണ്, മുഴം, മാറ് ഇങ്ങനെയായിരുന്നു അളന്നിരുന്നത്. അപ്പം കയറ് മേടിക്കാൻ പോകുമ്പോൾ എത്ര മാറെന്നുള്ളത് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. അല്ലെന്നുണ്ടെങ്കിൽ എത്ര മുഴം സാരി മറ്റേ ചേലയ്ക്ക് എത്ര 6 മുഴം എന്ന് പറയുന്നതൊക്കെ നമ്മൾ മുഴത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. അതിപ്പോൾ ഒരു അരയടി കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ കയറിന് ഇച്ചിരി നീളം കൂടി പോയാലൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷെ സ്വർണ്ണം അളക്കാൻ പോകുമ്പോൾ കഥ മാറും. അപ്പോൾ കുന്നിക്കുരു വെച്ചായിരുന്നു നമ്മൾ അളക്കുന്നത്. ഒരേപോലെ ഉണ്ടാക്കുന്നത് ഇത്ര കുന്നിക്കുരു വെച്ചിട്ടായിരുന്നു. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി വലിയ കുന്നിക്കുരുവും ചെറിയ കുന്നിക്കുരുവും ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഇങ്ങനെ കറക്റ്റ് ചെയ്താണ് നമ്മൾ ഇന്ന് മില്ലിമീറ്ററും ഒക്കെ. ഇപ്പോൾ നമുക്ക് നാനോമീറ്ററുണ്ട്, അതിൻ്റെ താഴെയുള്ള അപ്പോൾ പ്ലാങ്ക് ലെങ്ത് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ വന്ന് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായ അളവുകളില്ലാതിരിക്കുമ്പോഴും ഇപ്പോഴും ഞാനറിയാതെ ഈ മൈലും പറയും കിലോമീറ്ററും പറയുന്ന ഒരുത്തനാണ് ഞാൻ. മറന്നു പോകും. കാരണം നമ്മൾ കുട്ടിക്കാലം മുഴുവനും ഈ മൈലാണ് പഠിച്ചത്, അതിന് ശേഷമാണ് കിലോമീറ്റർ വന്നത്. അപ്പം മൈലിൽ നിന്ന് കിലോമീറ്ററിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പണിയായിരുന്നു കുറേ നാൾ നമ്മുടെ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് തന്നെ അങ്ങനെയായിരുന്നു. അതൊരു ചോദ്യമായിരുന്നു, ഇത്ര മൈൽ എത്ര കിലോമീറ്റർ ആകുന്നു എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അതുപോലൊക്കെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഈ അളവുകോലുകൾ അപ്പോഴും നമുക്ക് 10 അടി നടന്നാൽ മതി എന്ന് പറയുന്നത് പറയണ്ട എന്ന് പറയാൻ വഴക്കിടേണ്ട കാര്യമൊന്നും ഇല്ല. ഇവിടുന്ന് ഒരു 10 അടി ദൂരേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പണ്ട് ഒരു പാടുമില്ലാതെ ആൾക്കാർ കാതം പറയുമായിരുന്നു. ഇപ്പോഴും കവിത എഴുതുന്നവൻ കാതമൊക്കെ എഴുതും. ആർക്കാണ് ഈ കാതം എത്രയാണെന്ന് അറിഞ്ഞുപോലും ആർക്കും അറിഞ്ഞോളൂ. മുഴം ഇതൊന്നും നമുക്കിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ എൻ്റെ മുഴവും നിങ്ങളുടെ ഓരോരുത്തരുടെ മുഴവും വേറെയാണ്. അതാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഉണ്ട്, ഞാൻ പറയും, ഞാൻ പറയുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞേ. അതാണ്, അതുകൊണ്ടാണ് അതിനകത്ത് ഇച്ചിരി നീളം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുഴം പറയാനൊക്കുന്നത്. കയറ് മേടിക്കാൻ പോകുന്നവരൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പ്രിസിഷൻ ആവശ്യമായിട്ടുള്ളത്. എന്നാൽ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് 10ൻ്റെ ഗുണിതം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് അളന്നിട്ടാണ് നമ്മൾ പറയുന്നത്. പണ്ട് ഇതുപോലെ തന്നെ നാഴിക വിനാഴിക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നാഴിക വിനാഴികയൊക്കെ ഇപ്പോഴും നമ്മൾ എഴുതും, നാഴിക കണക്ക് വെച്ച് പറയും. പക്ഷേ പിന്നെയാണ് നമ്മൾ മണിക്കൂറൊക്കെ കണ്ടുപിടിച്ച് 10ൻ്റെ ഗുണിതം വരാൻ കാരണം പണ്ട് ഈ അല്ല അങ്കുലം ഇതൊക്കെ പറയുന്ന പോലെ അതിന് തുടക്കത്തിൽ ഇഞ്ചായിരുന്നു കണക്ക്. ഇഞ്ചെന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഇത്രയും ദൂരത്തിനായിരുന്നു ഒരു ഇഞ്ചെന്ന് വെച്ചിരുന്നത്. 12 ഇഞ്ച് ഒരു അടി, ഈ 3 അടി ഒരു ഗജം, 220 ഗജം ഒരു ഫർലോങ്, 8 ഫർലോങ് ഒരു മൈൽ എന്നൊക്കെ എനിക്ക് ഒരുപാട് അറിയാതെ, ഞാനിപ്പോഴും അറിയാതെ ഈ മൈലും ഒക്കെ അങ്ങ് പറഞ്ഞു പോകും. അത് ഈ പറയുന്ന ഒരു ഇതുകൊണ്ടാണ്. പലതരത്തിലുള്ള അളവുകളൊക്കെ പഠിക്കുമ്പോൾ ചില സന്ദർഭത്തിലൊക്കെ അത് ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് തോന്നി അതങ്ങ് പറയും. അപ്പോൾ ഒരാൾ പറയാം അങ്ങനെ അത് പ്രിസിഷൻ ഇല്ല നിങ്ങൾ പറയുന്നത് സത്യമാണ് അല്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ചെറിയ കാര്യം, ഈ
ജെയിൻ ഗുഡോൺ അറിയാലോ സാർ? നൈജീരിയയിലെ ഗോംബെ നാഷണൽ പാർക്കിൽ 27 വർഷം ചിമ്പാൻസികളോടൊപ്പം ജീവിച്ച സ്ത്രീയാണ്. അവർ ദീർഘകാലം ചിമ്പാൻസികളോടൊപ്പം ജീവിച്ചപ്പോൾ അവർ കരുതിയത് ചിമ്പാൻസികൾ ഭയങ്കര സമാധാനത്തിൻ്റെ അവതാരങ്ങൾ, മാടപ്രാവുകൾ എന്നൊക്കെയായിരുന്നു കരുതിയത്. 1976 മറ്റാണ് അവർ ഞെട്ടിച്ചുകൊണ്ട് 4 വർഷം 2 ചിമ്പാൻസി കൂട്ടങ്ങൾ തമ്മിലുള്ള ഘോരമായിട്ട് യുദ്ധം അവരുടെ രീതിയിൽ ഒരു കൂട്ടത്തെ മുഴുവൻ കൊന്ന് നശിപ്പിച്ചത് ചിമ്പാൻസികൾ. അപ്പോഴാണ് അവർ വേദനയോടെ ലോകത്ത് വിളിച്ചു പറഞ്ഞത്, ചിമ്പാൻസികൾ സമാധാനത്തിൻ്റെ വിളരിപ്രാവുകളല്ല, മനുഷ്യരെ പോലെ തന്നെ അവരിൽ യുദ്ധത്തിൻ്റെ പ്രവണതകളുണ്ട്, കലാപത്തിൻ്റെ പ്രവണതകളുണ്ട്. അതിന് ബബൂൺസിനെ കുറിച്ചുള്ള റിസർച്ചിൽ കണ്ടെത്തിയ കാര്യം, ബബൂൺസ് ഒരു തലവന്മാരാകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കും. ഒരാൾ കൂടുതൽ കരുത്തനായ ലീഡർഷിപ്പ് ആകുമ്പോൾ അയാളുടെ ശരീരത്തിനകത്തും സ്ട്രെസ് ഹോർമോൺ മറ്റേ സിറോട്ടോണിൻ കൂടും, അണികളുടെ ഇടയിലും വല്ലാതെ കൂടുന്നു. കാരണം ഒരാൾ ഭയങ്കര പരമാധികാരിയാകുമ്പോൾ അണികൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നതിൻ്റെ റിസർച്ച് കണ്ടെത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് റോബർട്ട് സപ്പോൾസ്കി നമ്മുടെ പ്രൈമേറ്റുകളുടെ ജനിതക സ്വഭാവം പശ്ചാത്തലത്തിൽ ഒരു കുറച്ച് രൂപകമായിട്ട് വേണമെങ്കിൽ ജാതകത്തിൽ എഴുതപ്പെട്ടതാണ് കലഹങ്ങളും യുദ്ധങ്ങളെന്ന് വേണമെങ്കിൽ പറയുമ്പോൾ മനുഷ്യരിൽ ഇത് നമ്മുടെ ജനിതകത്തിൽ തന്നെ പ്രിൻ്റ് ചെയ്യപ്പെട്ടതല്ല ഈ കലഹങ്ങൾ. നമ്മുടെ അപ്പം നമ്മൾ ബൊണോബോയെ നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. ചിമ്പാൻസികളിൽ തന്നെ നമ്മൾ ചിമ്പാൻസി എന്ന് വിളിക്കുന്നതിനകത്ത് ഒരു വിഭാഗത്തിന് ബൊണോബോ എന്നാണ് പറയുന്നത്. അതെ, അവർ ഒരിക്കലും വഴക്കിടത്തില്ല. ഇല്ല, അതിൽ അപ്പോൾ പിന്നെ ഇത് പറയുമ്പോൾ ഇങ്ങനങ്ങ് അതുകൊണ്ടാണ് വിഷയം അറിഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ബൊണോബോകളുടെ അടുത്താണെങ്കിൽ അവർ ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളാണ് ഉപയോഗിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന് പറയാതെ ഇവിടെ ഈ നമ്മൾ കഷ്ടകാലത്തിന് ഈ മറ്റേ ചിമ്പാൻസിയുടെ അറ്റത്താണ് നമ്മൾ പോയതെന്നുള്ള നമ്മളായിപ്പോയെന്നുള്ള ഗതികേടാണ് പറയേണ്ടത്. അല്ലാതെ പ്രൈമേറ്റ്സ് എല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞോളാം. പ്രൈമേറ്റുകൾ അങ്ങനെ അല്ലാത്ത വളരെ സോഷ്യലായിട്ടുള്ള പ്രൈമേറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ഈ പറയുന്നത് മാത്രമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ വയലൻ്റായ ഒരു വിഭാഗം, ഇപ്പം റോബർട്ട് സപ്പോൾസ്കിയാണ് ഈ ബബൂൺസിനെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ളതെല്ലാം ഞാൻ മുഴുവൻ വായിച്ചിട്ടുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് അത് അറിഞ്ഞുകൂടാതെ ആ ആർഗ്യുമെൻറ്റ്സ് അറിഞ്ഞുകൂടാത്ത ആളുമല്ല. അയാളുടെ അവസാനത്തെ പുസ്തകം ഡിറ്റർമിനും അറിയാം. അതൊക്കെ നമുക്ക് എന്താണ് പറയുന്നതെന്ന് അറിയാതല്ല പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ മനുഷ്യർ നന്നാകത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാലേ, അതിതായി പറഞ്ഞത്. നമ്മളെല്ലാവരും ഇപ്പോൾ കാറിനകത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും ആദ്യം ആ മുന്നത്തെ കാറിനെ അപ്പുറത്ത് കയറി പോകാനായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ട്രാഫിക് ലൈറ്റിൽ നമ്മളിങ്ങനെ വിഷമിച്ചായിരിക്കുന്നു. പക്ഷേ ട്രാഫിക് ലൈറ്റ് അനുസരിച്ചിട്ട് തന്നെ നമ്മളെല്ലാം പോകുന്നു. അപ്പം നിയന്ത്രണങ്ങൾ കൊണ്ട് മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരു ജീവിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ.